അത് മുൻ എംഎൽഎ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ADGP MR അജിത് കുമാറിനെ കുറ്റമുക്തമാക്കാനുള്ള വിജിലൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി അംഗീകരിച്ചു എന്നാണ് വാർത്ത. ഫയൽ വിളിച്ചു വരുത്തി മുഖ്യമന്ത്രി ഒപ്പിട്ടു. അസ്കേൻ ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, അങ്ങനെ വിളിച്ചു വരുത്തി ഒപ്പിടൽ അടിയന്തര പ്രാധാന്യമുള്ള ഒന്നായി മുഖ്യമന്ത്രി കാണുന്നുണ്ട്. ഷഫീദ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മുക്കം. ഹഷ്മി, MR അജിത് കുമാറിന്റെ കാര്യത്തിലെ നീക്കങ്ങളൊക്കെ സർക്കാർ അടിയന്തര പ്രാധാന്യത്തിൽ കാണുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. മാത്രവുമല്ല, ഈ വിഷയത്തിൽ MR അജിത് കുമാറിന് ഏറ്റവും തലവേദനയായ ഒന്നായിരുന്നു അനധികൃത സ്വത്ത് സമ്പാദനം. PV അൻവർ ഉന്നയിച്ച അനധികൃത സ്വത്ത് സമ്പാദനത്തിലെ ഈ വിജിലൻസ് അന്വേഷണം. നേരത്തെ തന്നെ ഈ MR അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കി വിജിലൻസ് റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ ആ റിപ്പോർട്ടിന് സർക്കാർ ഔദ്യോഗികമായി അംഗീകാരം നൽകി എന്നുള്ളതാണ് വാർത്ത. അനധികൃത സ്വത്ത് സമ്പാദനം, കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം, കുറുവൻകോണത്തെ ഫ്ളാറ്റ് വിൽപ്പന, മലപ്പുറം SP ക്യാമ്പ് ഹൌസിലെ മരമുറി എന്നീ ആരോപണങ്ങളായിരുന്നു ADGPക്കെതിരെ PV അൻവർ ഉന്നയിച്ചത്. ഇക്കാര്യത്തിലാണ് വിജിലൻസ് അന്വേഷണം നടത്തിയത്. എന്നാൽ ഈ വിഷയത്തിൽ അജിത് കുമാറിന് പങ്കില്ല എന്നുള്ള ക്ലീൻ ചിറ്റ് നേരത്തെ തന്നെ വിജിലൻസ് നൽകിയത് റിപ്പോർട്ടായി മുഖ്യമന്ത്രിക്കും സർക്കാരിനും മുൻപിൽ എത്തിയിരുന്നു. ആ ഫയൽ മുഖ്യമന്ത്രി ഇപ്പോൾ വിളിച്ചു വരുത്തി ഒപ്പുവെച്ചിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഉടൻ പുറത്തിറങ്ങുകയും ചെയ്യും. ഏതായാലും ഈ വ്യാജമൊഴി നൽകിയതിൽ P. വിജയൻ നൽകിയ പരാതിയിന്മേലുള്ള തീരുമാനം വൈകുന്നതിനിടെയാണ് MR അജിത് കുമാറിനെതിരെയുള്ള വിജിലൻസിന്റെ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇത് രാഷ്ട്രീയ ആക്ഷേപങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഹഷ്മി, ഷഫീദ് റാവുത്തർ അടിയന്തര വിളിച്ചു വരുത്തി അംഗീകരിച്ചു വിട്ടു.